2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ജന്മനാട്ടിൽ ആവേശോജ്വലമായ സ്വീകരണമാണ്. മുംബൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചരിത്രത്തിൽ ഇടം പിടിച്ച നേട്ടവുമായി വിശ്വവിജയികളായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുംബൈയിലേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനുള്ള ആരവമാണ് ഇപ്പോൾ നരിമാൻ പോയിന്റിൽ എങ്ങും ഉയരുന്നത്. നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കാണ് ഈ ടീമിനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുക. ദേശീയ പതാകകളുമായി മുദ്രാവാക്യം വിളികളുമായി ടീമിന് അനുമോദനം അർപ്പിച്ചുകൊണ്ട് ലോകകപ്പ് നേടിയ ആ വീര്യവും ഊർജവും ആവേശവും ചോരാതെ മുംബൈ അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് തിരിച്ചു നിൽക്കുന്നു. മുംബൈ വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം ടീം അംഗങ്ങൾ പുറത്തേക്ക് വരും. അതിനുശേഷം നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മുംബൈയുടെ ആ തീരമാകെ തിരമാല പോലെ നിറഞ്ഞ് കവിഞ്ഞ് അവരെ സ്വീകരിക്കാനായി കാത്തുനിൽക്കുന്നു. റിജിൽ ഇത്ര വലിയ ആവേശം അവിടെ കാത്തുവച്ചിട്ടുണ്ട്. മുംബൈയിൽ സച്ചിൻ എത്തുമോ എന്നടക്കമുള്ള കൗതുകങ്ങൾ നിലനിൽക്കുന്നു. കോടികളുടെ പണത്തൂക്കമുണ്ട് ഈ താരങ്ങളെ കാത്തിരിക്കുന്ന. വാങ്കഡെ സ്റ്റേഡിയത്തിലെ ചടങ്ങ് എങ്ങനെയാണ്? ഇവർക്കുള്ള സമ്മാനങ്ങൾ അവിടെ വെച്ചാണോ പ്രഖ്യാപിക്കുകയും കൈമാറുകയും ചെയ്യുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് BCCI നിലവിൽ അറിയിച്ചിട്ടുള്ളത്. 125 കോടി രൂപയാണ് BCCI താരങ്ങൾക്ക് നൽകുന്നത്. അത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് കൈമാറുമെന്നാണ് BCCI അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നരിമാൻ പോയിന്റിൽ നിന്നാണ് ഈ വിജയ പരേഡ് ആരംഭിക്കുന്നത്. അത് മറൈൻ ഡ്രൈവ് വഴി വാങ്കഡയിലെത്തും. വാങ്കഡെ സ്റ്റേഡിയത്തിൽ അതിനൊരു കൊട്ടിക്കലാശം എന്നുള്ള രീതിയിൽ വലിയ ആഘോഷ പരിപാടികൾ തന്നെ അവിടെ BCCI സംഘടിപ്പിക്കുന്നുണ്ട്. പഴയകാല താരങ്ങൾ, സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ, താരങ്ങളുടെ കുടുംബങ്ങൾ, ഇവരെ എല്ലാവരെയും തന്നെ ഈ ചടങ്ങിലേക്ക് BCCI ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ വിസ്മരണീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വാങ്കഡെ സ്റ്റേഡിയത്തിലുണ്ടാകും. ഇതിനു മുൻപ് നമ്മൾ കണ്ടത്, രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011 ഇത്തരമൊരു ദൃശ്യം നമ്മൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത്. അന്ന് ശ്രീലങ്കയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഏകദിനത്തിൽ ലോക ചാമ്പ്യന്മാരാകുന്നു. അത് വിഖ്യാതമായ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് അന്ന് കപ്പുയർത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് കാര്യമായൊരു കിരീടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 2013 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആയത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ICCയുടെ ഒരു ടൂർണമെൻറ്റിലും ഇന്ത്യക്ക് കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും കയ്യെത്തും ദൂരത്ത് കിരീടം നഷ്ടപ്പെടുന്നവരായി, പഠിക്കൽ കലമുടയ്ക്കുന്നവരെന്നൊക്കെയുള്ള വിമർശനങ്ങൾ കേൾക്കുന്നൊരു ടീമായി നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഇതേ രോഹിത് ശർമ്മയും സംഘവും നിരാശയായി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. 7 മാസം മുൻപ് ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ട് കിരീടം നഷ്ടപ്പെട്ട് നിരാശയോടെ നിൽക്കുന്ന, കണ്ണീർ പൊഴിക്കുന്ന താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ശേഷം ഇതൊരു തിരിച്ചുവരവാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഏറെക്കുറെ 2007 ഒരുപാട് സമാനതകൾ ഇതിനുണ്ട്. കാരണം വലിയ പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെ പോയാണ് അന്ന് ധോണിയും സംഘവും 2020 പ്രഥമ കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഇക്കുറിയും ഇന്ത്യയോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷകളുമായി ഓസ്ട്രേലിയ അടക്കം ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും അടക്കമുള്ള ടീമുകളെല്ലാം തന്നെ വെസ്റ്റ് ഇൻഡീസിലും USA ഉണ്ടായിരുന്നു. പക്ഷേ ആ ടീമുകളെല്ലാം, പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാതെ, അതായത് പരാജയം അറിയാതെ ഫൈനലിലേക്ക് മുന്നേറുന്നു. ഫൈനലിൽ സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ആവേശ പോരാട്ടം നമ്മൾ കണ്ടു. അതിലൂടെ നമ്മൾ കിരീടം നേടുന്നു. അങ്ങനെ ആവേശം ഇരട്ടിക്കാനുള്ള കാരണങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം തന്നെ ഈ കാണികളുടെ, നമ്മളിപ്പോൾ കാണുന്ന ഡൽഹിയിലും ഇപ്പോൾ മുംബൈയിലുമായി കാണുന്ന ഈ കാഴ്ചകളിൽ നിന്നെല്ലാം തന്നെ എത്രത്തോളം ആവേശം ക്രിക്കറ്റ് ആരാധകർക്കുണ്ട് എന്ന് നമുക്കിതിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിനു മുൻപൊക്കെ നമ്മൾ മുംബൈ ഏത് രീതിയിലൊരു ഒരു ആവേശക്കടലായി മാറിയിട്ടുണ്ട് എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിനെല്ലാം അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ജനസഞ്ചയമാണ് നമ്മൾ മുംബൈയിലെ തെരുവീതികളിൽ കാണുന്നത്. അതെന്തായാലും താരങ്ങൾ വന്നിറങ്ങുന്നതോടുകൂടി അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ താരങ്ങൾ മുംബൈ വിമാനത്താവളത്തിലെത്തും. പുറത്ത് ടീമിന് സഞ്ചരിക്കാനുള്ള ഒരു ബസ് സജ്ജമാക്കി നിർത്തിയിട്ടുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ താരങ്ങൾ ഇവിടേക്ക് എത്തും. അതോടുകൂടി ആവേശം ഉച്ചസ്ഥായിലെത്തും. ഓരോ താരങ്ങളായി ബസ്സിലേക്ക് കയറുമ്പോൾ രോഹിത് ശർമ്മ ഡൽഹിയിൽ ചെയ്തതുപോലെ കിരീടം ഉയർത്തിക്കാണിക്കുന്നതോടുകൂടി ആവേശം വലിയ ആവേശം ഒരു ആൾക്കടലായി മാറുന്ന കാഴ്ച കൂടി നമുക്ക് മുംബൈയിൽ ഇനി കാണാനാകും. ഈ സ്കൈ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് മില്ലർ പുറത്താക്കിയ ക്യാച്ച് ഉണ്ടല്ലോ, അത് ഈ ബൗണ്ടറി ലൈന് തൊട്ടിപ്പുറത്ത് നിന്ന് ചാടിയ ക്യാച്ച് കയ്യിൽ ഒതുക്കുകയും അന്തരീക്ഷത്തിൽ വെച്ചത് മുകളിലേക്ക് എറിയും, ബൗണ്ടറി ലൈൻ അപ്പുറത്തേക്ക് പോവുകയും തിരികെ വരികയും അത് കയ്യിൽ ഒതുക്കുകയും ഒക്കെ ചെയ്യുന്ന അത്ഭുതകരമായ, സ്വപ്നങ്ങളിലുള്ള എന്ന് തന്നെ പറയാൻ കഴിയുന്ന, അതുമായി ചേർത്ത് പറയണം അവസാന ഓവറുകളിലെ ശ്വാസം അടക്കി പിടിച്ച് നമ്മൾ കണ്ട ബൗളർമാരുടെ പ്രതികരണം. സാധാരണ ഈ ലോകകപ്പുകളിലൊക്കെ, അതും പ്രത്യേകിച്ച് 2020 ബോളർമാർക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്ന് പറയുന്നിടത്ത് നമ്മുടെ ബാറ്റിംഗ് നിരയിലെ അല്പം ശേഷിക്കുറവ്, അത് പക്ഷേ ഫൈനലിൽ കോഹ്ലി അടക്കം അവരുടെ പ്രകടനങ്ങൾ സാധാരണയിൽ ഉണ്ടായിരുന്നേക്കാൾ വലിയ തോതിൽ മുന്നോട്ട് പോകാനും കോഹ്ലിയുടെ സ്വപ്നസമാനമായ പ്രകടനമടക്കം ഫൈനലിൽ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഫൈനലിലെ താരങ്ങളെല്ലാം ശരിക്കും താരങ്ങളായി മുംബൈയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ആവേശം സ്വാഭാവികമായും വാനോളം ഉയരും എന്ന കാര്യത്തിലും തർക്കമില്ല.
തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ലോകകപ്പിലുടനീളം നമുക്ക് ഓർമ്മിച്ചു വെക്കാൻ ഒരുപാട് വിജയ നിമിഷങ്ങൾ ഈ താരങ്ങൾ തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു താരത്തിൻ്റെ ചിറകിലേറിയുള്ള ഒരു സഞ്ചാരമായിരുന്നില്ല ഈ ലോകകപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഓരോ കളിയിലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താരങ്ങൾ കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാത്രമല്ല ഈ ലോകകപ്പിലുടനീളം ഓരോ താരങ്ങൾക്കും ഓരോ റോൾ ഉണ്ടായിരുന്നു. കാര്യമായ ഒരു വിന്നിംഗ് കോമ്പിനേഷനിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും ടീം മാനേജ്മെൻറ്റ് മുതിരാതിരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ടീമിലെ ഈ ഒരു സന്തുലിതാവസ്ഥ അത് ഒരു തരത്തിലും താരങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു രീതിയിലുള്ള സമ്മർദ്ദവും താരങ്ങൾക്കുണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി ടീം മാനേജ്മെൻറ്റ് കാണിച്ചത് കൊണ്ടുകൂടിയാണ്. ഇപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസന് അവസരം കൊടുത്തുകൂടെ എന്നൊക്കെ വലിയ രീതിയിൽ ചോദ്യം വന്നപ്പോൾ പോലും ടീം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആലോചിക്കാൻ പോലും ടീം മാനേജ്മെൻറ്റിന് കഴിയാതിരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു വിന്നിംഗ് കോമ്പിനേഷനിൽ ഒരു തരത്തിലുള്ള അഴിച്ചുപണിക്കും ടീം മാനേജ്മെൻറ്റ് തയ്യാറല്ല എന്നതിൻ്റെ സൂചന കൂടിയായിരുന്നു. അങ്ങനെ ഓരോ താരങ്ങളും ഓരോ കളിയിൽ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീമിനെ വിജയിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഫൈനൽ വരെ നമ്മൾ വിരാട് കോഹ്ലി നിറം മങ്ങി നിൽക്കുന്ന ഒരു വിരാട് കോഹ്ലിയാണ് നമ്മൾ കണ്ടത്. പക്ഷേ വിരാട് കോഹ്ലിയുടെ ആ പ്രകടനമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ഈ ലോകകപ്പ് അന്യമാകുമായിരുന്നു. ഏറ്റവും ഒരു നിർണായക മത്സരത്തിൽ എങ്ങനെ ഒരു അനുഭവ സമ്പത്തുള്ള താരം കളിക്കണമെന്നതിൻ്റെ ഒരു ക്ലാസ് ആൻഡ് മാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രകടനമായിരുന്നു കോഹ്ലിയുടേത്. 59 പന്തിൽ നേടിയ 76 റൺസ് ഇന്ത്യൻ വിജയത്തിൽ അത്രമേൽ നിർണായകമായിരുന്നു. മാത്രമല്ല അസ്കർ പട്ടേലുമായി ഒത്തുചേർന്നുള്ള 4ാം വിക്കറ്റിലെ കൂട്ടുകെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. ബൗളിംഗിൽ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയും ഇന്ത്യക്ക് അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ആ മത്സരത്തിലുണ്ടായിരുന്നു. ശരി, അതിൻ്റെ ആവേശം അത് അലതല്ലുക സ്വാഭാവികമാണ്. ഒരു ചെറു വിജയമല്ല. ഒരു ലോകകപ്പ് ഫൈനലിൽ ഈസി വാക്ക് ഓവർ എന്ന് പറയാൻ കഴിയുന്ന ഒരു വിജയമേ അല്ല സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയത് എന്നതുകൊണ്ട് തന്നെ വലിയ ആവേശം പ്രകടമാകുന്നുണ്ട് മുംബൈയുടെ തെരുവുകളിൽ. നമ്മൾ